അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് അറസ്റ്റിലായി. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന്റെ പരാതിയിലാണ് സൈബർ പോലീസിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരിയുമായി ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു ബാലചന്ദ്ര മേനോന്റെ പരാതി. അതിനെ തുടർന്നാണ് അറസ്റ്റ്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അമൽ, നേരത്തെ തന്നെ ഈ ബാലചന്ദ്ര മേനോനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പേരിൽ ഒരു അറസ്റ്റ് നടന്നതാണ്. ഇപ്പോൾ സംഗീത് ലൂയിസ് എന്ന അഭിഭാഷകൻ കൂടി അറസ്റ്റിലായിരിക്കുന്നു. എന്താണ് ഈ അറസ്റ്റിന് പിന്നിൽ? വിവരങ്ങൾ എന്തൊക്കെ? ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയതിനെ തുടർന്നാണ് മിന്നു മുനീറിനെ മുൻപ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. മിന്നു മുനീറിന്റെ ഒപ്പമുണ്ടായിരുന്ന അഡ്വക്കേറ്റ് സംഗീത് ലൂയിസിനെയാണ് ഇപ്പോൾ സിറ്റി ക്രൈം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇദ്ദേഹം പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. എറണാകുളം സിറ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ഉണ്ടായത്. ഇദ്ദേഹം കൊല്ലം കുണ്ടറ സ്വദേശിയായിരുന്നു. കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇയാളെ കാപ്പ കേസിൽ ഉൾപ്പെടുത്തി റൌഡിയായി പ്രഖ്യാപിച്ച കരുതൽ തടങ്കലിൽ 2023 കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം പുറത്തിറങ്ങി. അതിനുശേഷം മിന്നു മുനീറുമായി ചേർന്നുകൊണ്ട് ബാലചന്ദ്ര മേനോനെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും വ്യക്തിഹത്യ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ ഉണ്ടായോ എന്നും അതിനെതിരെയായിരുന്നു ബാലചന്ദ്ര മേനോന്റെ പരാതി ഉണ്ടായതും. ഈ വ്യക്തിഹത്യ മാത്രമായിരുന്നില്ല, ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ഒരു ശ്രമവും മിന്നു മുനീറിനൊപ്പം ഈ അഡ്വക്കേറ്റ് സംഗീത് ലൂയിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നൊരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള മിന്നു മുനീറിനെ മുന്നേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏതായാലും കുറെ ദിവസങ്ങളായി എടുത്ത നിരീക്ഷണത്തിന്റെ ഒടുവിലായിട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം മുൻകാലത്ത് ഒരു സിനിമാ സംവിധായകൻ കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് സിനിമാ മേഖലയിൽ തന്നെയുള്ള ബാലചന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തുവാനും അപകീർത്തിപ്പെടുത്തുവാനും വ്യക്തിഹത്യ ചെയ്യുവാനുമുള്ള ഒരു ശ്രമത്തിന് കൂട്ടുനിന്നത്. GK. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്